അങ്ങനെ കൊച്ചു ത്രേസ്യയെ പോലെ ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ടവളാകാൻ ആ കൊച്ചു മനസ്സ് കൊതിച്ചു. അതിനുവേണ്ടി അവൾ എന്നും പള്ളിയിൽ പോകുകയും അവളുടെ അപ്പനെ പോലെ തറയിൽ ചരൽ വിരിച്ച് മുട്ടി കുത്തി പ്രാർത്ഥിക്കുകയും ചെയ്തു. കൈയുടെയും ചിരിയുടെ ഇടയിലും അവളുടെ ചുണ്ടിൽ ഈശോയെക്കുറിച്ചുള്ള മൂളിപ്പാട്ടായിരുന്നു. ഈശോയേ
ആനന്ദിച്ചു. അവൾ പാടി, ഈ ലോകത്തോട് വിട പറഞ്ഞു. നമുക്ക് തിരികെ ആ ദേവാലയത്തിലേക്ക് പോകാം. ആ ദിവ്യാത്മാവിന് ആദരാഞ്ജലികൾ അർപ്പിക്കാം. അതാ ശ്രദ്ധിക്കുക, ബഹുമാനപ്പെട്ട റോമനുസത്തിന്റെ ചരമപ്രസംഗമല്ലേ അത്? ആകയാൽ പറയേണ്ടയുടെ പിതാവേ, ഈ പുണ്യാത്മാവിന്റെ ബിരുദം ലഭിച്ചത് ആനന്ദിക്കുവിൻ. കന്യകാലയ സഹോദരിമാരെ, സങ്കടപ്പെടേണ്ട. ഈ വീരകന്യയോടൊപ്പം വസിക്കുന്നതിനും പരിചരിക്കുന്നതിന്റെ ഭാഗ്യത്തെ ഓർത്ത് ആഹ്ലാദിക്കുക. ഇപ്പോൾ വസിച്ച കന്യകാലയം ഭാഗ്യപ്പെട്ടത്. ഇവരുടെ പുണ്യ ശരീരം അടക്കം മരണജ്ഞാനം ഗ്രാമം ഭാഗ്യപ്പെട്ടത്. ദൈവം മനസ്സാകുന്നെങ്കിൽ ഞാൻ ഭാരതത്തിലെ ലിസ്യുവായി പരിണമിക്കും. കേരളത്തിലെ നിന്നല്ല, ഭാരതത്തിലെ നാനാഭാഗങ്ങളിൽ നിന്നും ആളുകൾ ഇവരുടെ കുഴിമാടം സന്ദർശിച്ച് പ്രാർത്ഥിക്കും. അൽഫോൻസാമയുടെ ആജ്ഞാ ഗുരുവായ റോമനുസ് അച്ഛന്റെ പ്രവചനം അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു.